നമസ്കാരം. അഭിനയത്തിന് അല്പം ബ്രേക്ക് നൽകി രാഷ്ട്രീയത്തിൽ സജീവമാകാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഉലക നായകൻ കമലഹാസൻ. പാർട്ടി സ്ഥാപിച്ചതിനു ശേഷം ഒരു തവണ മത്സരിച്ചിരുന്നുവെങ്കിലും തോൽവി ഏറ്റുവാങ്ങുകയായിരുന്നു. മക്കൾ നീതിമയം എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചതിന് പിന്നാലെ 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കമലഹാസൻ മത്സരിച്ചിരുന്നു. തൊട്ടടുത്ത വർഷം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ MNM മത്സരിച്ച 140 സീറ്റിലും പാർട്ടിക്ക് നിലം തൊടാൻ പോലും കഴിഞ്ഞിരുന്നില്ല. ഇത് രാഷ്ട്രീയപരമായി കമലഹാസന് കനത്ത ആഘാതമാണ് നൽകിയത്. തുടർന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ DMKയുമായി സഖ്യത്തിന് കമലഹാസൻ തയ്യാറായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തുനിഞ്ഞിറങ്ങിയതായിരുന്നു അദ്ദേഹം. കോയമ്പത്തൂരിൽ മത്സരിക്കാനായിരുന്നു കമലഹാസന്റെ ആദ്യ നീക്കം. BJPക്ക് വേണ്ടി പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയായിരുന്നു അന്ന് കോയമ്പത്തൂരിൽ മത്സരത്തിന് ഇറങ്ങിയത്. ഇതോടെ കമലഹാസനോട് മത്സരത്തിൽ നിന്നും പിൻവാങ്ങാൻ DMK അഭ്യർത്ഥിക്കുകയായിരുന്നു. തുടർന്ന് MNയുമായി സഖ്യത്തിലുള്ള താൽപര്യം DMK അറിയിച്ചു. ഇതോടെ കോയമ്പത്തൂരിൽ നിന്നും കമലഹാസൻ പിന്മാറി. ഉപകാരത്തിന് പ്രത്യുപകാരം ചെയ്യേണ്ടത് അത്യാവശ്യമാണല്ലോ. അപ്പോൾ തമിഴ്നാട്ടിൽ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് DMK നേതൃത്വം മക്കൾ നീതിമയം നേതാവും നടനുമായ കമലഹാസന് കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതായത് തെരഞ്ഞെടുപ്പിൽ നിന്നും പിന്മാറിയതിനുള്ള ഉപകാരം ചെയ്യാനുള്ള തയ്യാറെടുപ്പിൽ. ഇതിന്റെ ഭാഗമായി ഇത് സംബന്ധിച്ച് മന്ത്രി PK ശേഖർ കമലഹാസന്റെ വീട്ടിലെത്തി ചർച്ച നടത്തി. മക്കൾ നീതിമയം ജനറൽ സെക്രട്ടറി A അരുണാചലവും ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രിയും DMK അധ്യക്ഷനുമായ MK സ്റ്റാലിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു കൂടിക്കാഴ്ച നടത്തിയത്. ആകെയുള്ള 39 സീറ്റിൽ സഖ്യത്തിൽ അന്ന് 22 DMKയും 9 സീറ്റുകൾ കോൺഗ്രസും ബാക്കിയുള്ള സീറ്റുകൾ CPM, CPI, ADMK, മുസ്ലിം ലീഗ്, കുങ്കുനാട് മക്കൾ ദേശീയ കക്ഷി എന്നീ പാർട്ടികളാണ് മത്സരിച്ചത്. അന്ന് MNMന് സീറ്റ് നൽകിയിരുന്നില്ല. പകരം ഈ വർഷം ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് കമലഹാസന് പരിഗണിക്കാമെന്നായിരുന്നു സഖ്യത്തിലെ ധാരണയുണ്ടായിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. ജൂണിൽ 6 സീറ്റുകളാണ് ഒഴിവുണ്ടാവുക. നിലവിലെ DMKയുടെ അംഗബലം അനുസരിച്ച് 4 പേരെ വരെ രാജ്യസഭയിലേക്ക് ജയിപ്പിക്കാനാകും. അതിലൊന്നാണ് കമലിന് ലഭിക്കുക. അതേസമയം കമലഹാസൻ മാത്രമേ സീറ്റ് നൽകൂ എന്നാണ് DMKയുടെ നിലപാട്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.